ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഈ റംദാൻ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളം നല്ലപോലെ ഒരു ടിഷ്യൂ യൂസ് ചെയ്ത് നല്ലപോലെ തുടച്ചായിരുന്നു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതാണ്. ഇനി കുറച്ച് നാരങ്ങാനീരും കൂടി അങ്ങ് ഒഴിക്കാം നമുക്ക്. ഇനി എല്ലാത്തിലും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാത്. നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പും. അതേപോലെ 1/2 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓട്സ് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഓപ്ഷണലാണ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി, ക്രഷ് ചെയ്ത കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് അത് ആഡ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഫസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യാം. നമ്മൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നും കൂടി മുട്ടയിൽ ഞാനൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ളത് കളയുക. ദെൻ ഓട്സിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ കോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസ് റെഡിയാക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടായ ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ചിക്കൻ പീസസ് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഓരോ സൈഡും നോക്കിക്കഴിഞ്ഞാൽ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാളെ മറ്റൊരു റംദാൻ സ്പെഷ്യലുമായിട്ട് വരുന്നവരെ ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.